ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അവൽ മിക്സറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് നമ്മൾ ഒട്ടും എണ്ണ ചേർക്കാതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 3 കപ്പ് അളവിലുള്ള അവലാണ്. ഇത് വെളുത്ത അവൽ, കനം കുറഞ്ഞ അവലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൈവശം ബ്രൗൺ അവലാണ് ഉള്ളെങ്കിൽ അതെടുക്കാം. പക്ഷേ ഇതിനെടുക്കുന്ന അവലിന് കട്ടി വളരെ കുറഞ്ഞ അവലാണെങ്കിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് ഞാൻ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് തീ വളരെ കുറച്ച് വെച്ച് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അവൽ വളരെ എളുപ്പത്തിൽ റോസ്റ്റായി കിട്ടും. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി എന്ന് മനസ്സിലാകുന്നത് ഇത് നന്നായിട്ട് റോസ്റ്റായി കഴിയുമ്പോൾ ഈ അവലൊന്ന് നന്നായി ചുരുങ്ങി വരും. ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ കൈകൊണ്ട് എടുക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞും വരും കേട്ടോ. അത് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് 1/2 സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കപ്പലണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിത് ഉണ്ടാക്കാൻ നേരത്തെ ഇതൊന്നുകൂടെ റോസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്യുമ്പം നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുമല്ലോ. അപ്പോൾ അത് റോസ്റ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാഷ്യൂനട്ടിൻ്റെ കൂടെ ഞാൻ കുറച്ച് റേസിൻസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. റേസിൻസ് എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റേസിൻസും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കത് പാത്രത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും 1/2 സ്പൂൺ നെയ്യ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ബദാം ഞാൻ ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ അതായത് നട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്ത എള്ള്, കറുത്ത എള്ളൊക്കെ ചേർക്കാം. എൻ്റെ കയ്യിൽ കറുത്ത എള്ളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. അപ്പോൾ ഈ ബദാം ഞാനിതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞ് ചേർക്കണം. അപ്പോൾ കനം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും. അതും കൂടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം 1/2 സ്പൂൺ കൂടെ നെയ്യ് അതിലേക്ക് ചേർത്തിട്ട് ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇഞ്ചി ഈ വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്താലും കുഴപ്പമില്ല, പക്ഷെ ഞാനിപ്പോൾ ഇതിങ്ങനെ ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ അത് ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിക്ക് ഒരു പച്ച ചുവയുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് മാറി കിട്ടുന്നിടം വരെ ഒന്ന് നന്നായിട്ട് മുരിച്ചെടുക്കുക. ആ സമയമാകുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളക്, ചെറിയ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഞാനിതുപോലെ കട്ട് ചെയ്തത് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. വറ്റൽമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് 3 4 ഒക്കെ ചേർക്കാം. ഞാനൊരു 2 എണ്ണമാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർക്കേണ്ടത്. അപ്പോൾ കറിവേപ്പിലയൊക്കെ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനൊരല്പമേ ചേർക്കുന്നുള്ളൂ. ഏകദേശം ഒരു 1/4 സ്പൂണിൽ ഒരല്പവും കൂടെ കൂടുതലാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഈ ഉപ്പ് ചേർക്കുന്ന സമയത്ത് അല്പം നാരങ്ങ നീര്, ഞാനൊരു 1/2 മുറി നാരങ്ങയുടെ നീരൂടെ ചേർക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. അത് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ. അതുകൂടെ ചേർത്തതിന് ശേഷം ഇനി നമുക്ക് കായപ്പൊടി ചേർക്കാം. കായപ്പൊടി അതായത് ഒരു 3/4 സ്പൂണോളം കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും തേങ്ങാക്കൊത്തും ഒക്കെ നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് നമ്മുടെ അവൽ, റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അവൽ ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പം ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതിനകത്തേക്ക് എരിവുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, പിന്നെ കായത്തിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു നല്ല ഫ്ലേവർ, കറിവേപ്പിലയുടെ ഒക്കെ ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് എടുത്തു കൊടുക്കാം.
അതിനുശേഷം ഇത് എപ്പോഴും നമ്മൾ ഒരു ബോട്ടിലിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂട് ചായക്കൊപ്പം ഉപയോഗിക്കും. ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രിസ്പിനെസ് വേണം. നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇത് മാറ്റുമ്പോൾ തന്നെ അറിയാമല്ലോ, ഈ ഒരു ശബ്ദം കേൾക്കണം. ഈ ഒരു ശബ്ദം ആണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഇതിൻ്റെ ഒരു പരുവമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.